നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിനെ നാഷണൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പഠിക്കാത്ത പലപ്പോഴും അവർ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ ആദ്യം തന്നെ പറയാം. നിങ്ങൾക്ക് ചില ഉണ്ടാവും. അത് ഒന്നെന്ന് പറയുന്നത് ഇത് കണക്കാണ്. ഈ കണക്ക് ഞാനിങ്ങനെ പഠിക്കും. കണക്ക് എനിക്ക് പണ്ടേ അറിയില്ലായിരുന്നു, അറിയാമായിരുന്നു, അല്ലെങ്കിൽ അതിന് ഉണ്ടാവുന്ന ഓർത്തിരിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ വളരെ പ്രശ്നങ്ങൾ പലരും എല്ലാവർക്കും കേസ് കോടതികളിലൊക്കെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കുട്ടികൾ ആദ്യ വർഷങ്ങളിലെ വർഷങ്ങളിലൊക്കെ വന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ കുട്ടികൾ ധാരാളമായിട്ട് കൊമേഴ്സ് പഠിച്ചത് മുമ്പ് പഠിച്ചത് സയൻസ് ആണ്, കൊമേഴ്സ് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഞാൻ കോഴ്സ് ചെയ്ത സമയത്ത് എങ്ങനെയാണത് പഠിക്കാൻ. പക്ഷേ ഞാനൊരു കാര്യം പറയാം. ഇത് വെച്ച് കഴിഞ്ഞാൽ വളരെ മിടുക്കരായ രീതിയിൽ കോഴ്സ് അവസാനിപ്പിച്ച് പോകുന്ന കുട്ടികൾ ഭൂരിഭാഗവും മറ്റ് വിഷയങ്ങളിലെന്ന് പറഞ്ഞാൽ കുട്ടികളാണ് സയൻസ്. അതുപോലെ തന്നെ കണക്ക് എന്നതിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കൂട്ടാനെ കുറയ്ക്കാനെ കുറിക്കാനൊക്കെ അറിയാവുന്ന കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു സബ്ജക്ട് പഠിക്കാനാണ്. പിന്നീട് പുതിയൊരു സബ്ജക്റ്റ് ആണ് നിങ്ങൾ പഠിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു എളുപ്പം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് കഴിഞ്ഞ കാലം ആ പാട്ട് എന്താണെന്നുള്ളത് ഓർമ്മിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ തരത്തിൽ ആണ് ഈ സിലബസ് ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഏത് ട്രെയിൻ എന്ന് പറഞ്ഞ ആൾ ബികോം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള എളുപ്പത്തിലേക്കാണ് സബ്ജക്ട്. ഈ സബ്ജക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ കണക്കെടുത്ത് എന്ന് മലയാളത്തിൽ പറഞ്ഞു ഒരു ടോപ്പ്. ഞാൻ നിങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് ഒക്കെ ചെയ്തിട്ടുള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എങ്ങനെ വളരെ കൃത്യമായിട്ടും വളരെ സിസ്റ്റമാറ്റിക്കായിട്ടും സയന്റിഫിക്കായിട്ടും ചെയ്യാമെന്ന് പഠിപ്പിച്ചു എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യം നമ്മുടെ വീട്ടിൽ സ്ഥാപനത്തിന്റെ സ്ഥാപനത്തിൽ നടന്ന അവിടുന്ന് പുറത്തേക്ക് പോയാൽ മറ്റ് സ്ഥാപനങ്ങളിലെ ലോകം മുതൽ ഒക്കെ നടക്കുന്ന കണക്കെഴുതി വെച്ച് അവിടെ നടക്കുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ്. അതായത് കണക്ക് രേഖപ്പെടുത്തി കാര്യങ്ങൾ എങ്ങനെ രേഖപ്പെടുത്തി വെക്കുന്നു അത് പഠിച്ചു. അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് എങ്ങനെ ചെയ്യാൻ സാധിക്കും. ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ കിട്ടുന്ന ഒട്ടും മീനിങ് അല്ലാത്ത ഒരു ഡേറ്റ ആയിരുന്നു നിങ്ങൾക്ക് വളരെ മീനിങ് വളരെ റിലേറ്റഡ് ആയ ഒരു ഇൻഫർമേഷൻ ആക്കി മാറ്റാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കുറെ സാധനം കഴിഞ്ഞാൽ അത് നിങ്ങൾ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾക്ക് പഠിക്കുന്നു. അതുകൊണ്ട് തന്നെ കണക്കെഴുതി സൂക്ഷിക്കുക എന്ന് പറയുന്നത് എന്തിനാണ് ചെയ്യുന്നത്, എന്തിനാണ് ഇത് പഠിക്കുന്നത്, എന്തിനാണ് ഇത് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മളുടെ വീട്ടിലുണ്ടാവുന്ന കാര്യങ്ങൾ ചിലവ് വരുമാനവും നമ്മൾ എഴുതി വെക്കാം. എഴുതി വെക്കുന്നതിന് ഉദ്ദേശം രണ്ടാണ്. അത് അനുസരിച്ച് പലപ്പോഴും ചിലവ് ചുരുക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയൊക്കെ ചിലവ് ചുരുക്കാൻ വേണ്ടിയൊക്കെയാണ് എഴുതി വെക്കുന്ന വസ്തുക്കൾ ചിലവ് ചുരുക്കാൻ. ഇതാണ് നമ്മൾ വേറെ നമ്മൾ ചെയ്യാറുണ്ട്. വരവ് എത്ര ചിലവ് എത്ര ഇങ്ങനെ കാര്യങ്ങൾ ചിലവായി ഇന്ന കാര്യങ്ങളിൽ അതൊരു പൂർണ്ണമായിട്ട് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാൻ ക്രൈറ്റീരിയ ഉണ്ട്. വളരെ വ്യക്തമാണ് മറ്റുള്ളത് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു സ്ഥാപനത്തിൽ നമ്മുടെ വീടെടുക്കുന്ന സ്ഥാപനം അവിടെ ദൈനംദിനം നടക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. ഭരണപരമായി നടക്കുന്ന കാര്യങ്ങൾ കൊടുത്തു വാങ്ങുന്നത് രേഖപ്പെടുത്തി വെക്കുന്നു. അതെങ്ങനെയാണ് കൃത്യമായിട്ട് ചെയ്യുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ മീനിങ് ഫുൾ ആയിട്ട് ഇൻഫർമേഷൻ എടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് വളരെ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇതറിയാവുന്ന ഒരാളാണെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കും. നമ്മുടെ വീടിനൊക്കെ അടുത്തുള്ള സ്ഥാപനത്തിൽ കടയുണ്ട്. ആളോട് ചോദിക്കാണ് കടയൊക്കെ കടയൊക്കെ ലാഭമുണ്ട് ചോദിക്കും. അതുപോലെ ലാഭവും നഷ്ടവും ഇങ്ങനെ പോകുന്നു അല്ലെങ്കിൽ അതൊന്നും കടയില്ല. അപ്പം ശരിക്കും അവിടെ സംഭവിക്കുന്നുണ്ട് അയാൾക്ക് അത് അവിടെ അറിയില്ല എന്നാണ്. ഇവിടെ ലാഭം ഉണ്ടോ നഷ്ടമാണെന്നുള്ളത് വലിയ ധാരണയായിരിക്കും. ഞാൻ പറയുന്നത് സൂപ്പർ മാർക്കറ്റുകളെ കുറിച്ചോ അല്ലെങ്കിൽ
വളരെ എഫക്റ്റീവായ പുതിയ ഷോപ്പുകളെ കുറിച്ച് പറയാം. നമ്മുടെ നാട്ടിൽ പുറത്ത് നമ്മുടെ വീട്ടിൽ സമീപത്തുള്ള ചെറിയ ഒരു കട, അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അവിടെ നമുക്കറിയാം, അവിടുത്തെ ഒരു സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിനെ കണക്കുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള രീതിയിലുള്ള ഒരു ബുക്കുണ്ട്. എല്ലാവരുടെയും കണക്കുകൾ എല്ലാവർക്കും വേണ്ടി കുറച്ച് ആൾക്കാർ എല്ലാവർക്കും വേണ്ടി പേജുകൾ കൃത്യമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാവും. ആ ബുക്കിനകത്ത് കൊടുക്കുന്നോ വാങ്ങുന്നതൊക്കെ അവിടെ തന്നെ എഴുതി. ചിലരുടെ സാധനം ഡീറ്റെയിൽ കുറേ സാധനം വാങ്ങിച്ചെടുക്കും, 1000 സാധനം മേടിച്ചെടുത്ത് 100 2 ദിവസം 100 സാധനം മേടിച്ച് 50 എഴുതും. ഇങ്ങനെ പലപ്പോഴും ഡേറ്റുകൾ പോലും ചിലപ്പെടാറില്ല. വളരെ കൃത്യമായി അങ്ങനെ ഡേറ്റ് എടുക്കുന്ന ഒരു ബുക്ക് മാത്രമാണ് അതിൽ ഉണ്ടാവും. ഇതിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ആ ഒരു സ്ഥാപനം കഴിഞ്ഞ ഒരു വർഷം ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റെക്കോർഡിംഗ് പറയും. എന്നാൽ അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റ് ഞാൻ പഠിപ്പിക്കുന്നു എങ്ങനെ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടക്കുന്ന കാര്യം, പലപരമായിട്ട് നടക്കുന്ന കാര്യങ്ങളെ വളരെ കൃത്യമായിട്ട് എങ്ങനെ രേഖപ്പെടുത്തി വെക്കാം എന്നുള്ളത് ആണ്. അക്കൗണ്ടിങ് എന്ന സബ്ജക്ട് തന്നെ പറയുന്നത് അങ്ങനെയാണ്. അതിന്റെ ഒരു ഉദ്ദേശം അത് തന്നെ. ഇത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്ഥാപനത്തിന്റെ നിങ്ങളുടെ കണക്കുകൾ കുറവ് കഴിയുമ്പോൾ കൃത്യമായിട്ടും വളരെ ഭംഗിയായിട്ടും സിസ്റ്റമാറ്റിക്കായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ജീവിക്കാൻ എത്രയായിട്ട് ലാഭമുണ്ട് നഷ്ടമുണ്ടെന്ന് ചോദിച്ചു ഒരു ഡോക്യുമെന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പറയാൻ സാധിക്കുന്നതാണ്. അതായത് സാധിക്കാതെ പോയത് അദ്ദേഹം അക്കൗണ്ടിങ് പഠിച്ചില്ല എന്നുള്ളത്. അപ്പോൾ ഈ അക്കൗണ്ടിങ് പഠിക്കുന്നത് വഴി നിങ്ങൾ നാളെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഇങ്ങനെയുള്ള ആളുകളെ സഹായിക്കാൻ, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ റെക്കോർഡ് വെക്കാനും, എന്താണ് ഈ ബിസിനസ്സിൽ നടക്കുന്നത് നടക്കുന്നതെന്ന് മനസ്സിലാക്കാനും, അതെങ്ങനെയാണ് ഈ കണക്ക് ലാഭങ്ങളൊക്കെ ഇത്ര വരുന്ന നഷ്ടങ്ങൾ ഉണ്ടായെന്ന് പറയുന്നത് എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് സബ്ജക്ട് എന്ന് പറയുന്നത്. ഇത് പഠിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരു ബിസിനസിന്റെ പുറമെ നടക്കുന്ന പരസ്യങ്ങളോ മറ്റു കാര്യങ്ങളോ കൊടുത്തുകളെ കുറിച്ച് പറ്റുന്ന ഉദാഹരണം അവിടെ നടക്കുന്ന പണപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു, ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാനായിട്ട് ഒരു തുടക്കം എല്ലാവർക്കും പഠിക്കാൻ സാധിക്കും.